ഇന്ത്യയെ സാധാരണ നമ്മൾ യുവജനങ്ങളുടെ രാജ്യമായാണ് വിശേഷിപ്പിക്കാറുള്ളത്. കാരണം രാജ്യത്തിലെ ആകെ ജനസംഖ്യയുടെ ഏകദേശം 58% ആളുകൾ 35 വയസ്സിന് താഴെയും 41% 25 വയസ്സിന് താഴെയും പ്രായമുള്ളവരാണ്. എന്നാൽ ഇന്ത്യ പതിയെ വാർദ്ധക്യത്തിലേക്ക് അഥവാ ഏജിംഗ് സ്റ്റേറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള തെക്കൻ സംസ്ഥാനങ്ങൾ അതിവേഗം വാർദ്ധക്യത്തിലേക്ക് നടന്നെടുക്കുന്നു. ഈ മാറ്റം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ ബാധിക്കുമോ? കേരളം പ്രായമായവരുടെ സംസ്ഥാനമായി മാറുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ ഫാക്ട് ആൻഡ് ഫോക്കസ്. വിശദമായി പരിശോധിക്കാം. യുവജനങ്ങളുടെ രാജ്യം എന്ന ഖ്യാതി നമ്മുടെ രാജ്യത്തിന് നൽകിയിരുന്ന ആനന്ദവും ആത്മവിശ്വാസവും ചെറുതായിരുന്നില്ല. എന്നാൽ ആ ചിത്രം ഇനി ഒരുപാട് കാലം ഉണ്ടാവില്ല. ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ 60 വയസ്സിന് മുകളിലുള്ളവരുടെ എണ്ണം ഏകദേശം 16.7 കോടി മാത്രമാണ്. അതുകൊണ്ട് രാജ്യം ഒന്നാകെ അതിവേഗം വാർദ്ധക്യത്തിലേക്ക് കൂപ്പുകുത്താൻ പോകുന്നു എന്നല്ല, മറിച്ച് ഇന്ത്യ ഇനി അങ്ങോട്ടുള്ള കാലം യുവത്വവും വാർദ്ധക്യവും സമ്മിശ്രമായി ഇടകലർന്ന് ജീവിക്കാൻ പോകുന്ന രാജ്യമാണ്. കാരണം ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾക്ക് അതിവേഗം പ്രായമായി കൊണ്ടിരിക്കുകയാണ്. ഈ ചിത്രം കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ സംസ്ഥാനങ്ങളെ നമുക്ക് 3ആയി തരംതിരിക്കാം. 60 വയസ്സിന് മുകളിലുള്ളവരുടെ ജനസംഖ്യാ വിഹിതം 15% കൂടുതലാണെങ്കിൽ ആ സംസ്ഥാനങ്ങളെ ഏജിംഗ് സ്റ്റേറ്റ്സ് അഥവാ വാർദ്ധക്യത്തിലേക്ക് കടന്ന സംസ്ഥാനം എന്ന തരത്തിൽ ഉൾപ്പെടുത്താം. ഇനി 60 വയസ്സിന് മുകളിലുള്ളവരുടെ ജനസംഖ്യാ വിഹിതം 10 മുതൽ 15% വരെയുള്ള സംസ്ഥാനമാണെങ്കിൽ അവയെ മീഡിയേറ്റ് സ്റ്റേറ്റ് എന്നും 10%-ൽ താഴെയാണെങ്കിൽ യങ് സ്റ്റേറ്റ് എന്നും തരംതിരിക്കാം. ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായി മീഡിയേറ്റ് കാറ്റഗറിയിലും യങ് സ്റ്റേറ്റ് കാറ്റഗറിയിലുമായിരുന്നെങ്കിൽ ഇനിയുള്ള കാലം അങ്ങനെയല്ല. 2036ഓടെ ഇന്ത്യയിലെ പകുതിയിലധികം സംസ്ഥാനങ്ങൾ ഏജിംഗ് സ്റ്റേറ്റായും ബാക്കി സംസ്ഥാനങ്ങൾ മീഡിയേറ്റ് സ്റ്റേറ്റായും മാറും. കൃത്യമായി പറഞ്ഞാൽ 2036ഓടെ ഇന്ത്യയിൽ ഒരു യങ് സ്റ്റേറ്റ് പോലും ഉണ്ടാവില്ല. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ തെക്കൻ സംസ്ഥാനങ്ങൾ നിലവിൽ ഏജിംഗ് സ്റ്റേറ്റായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിൽ 18.7%, തമിഴ്നാട്ടിൽ 15.8% ആളുകൾ 60 വയസ്സിന് മുകളിലുള്ളവരാണ്. അതേസമയം ഉത്തർപ്രദേശ്, ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിലായിരിക്കും ഇനി ഏറ്റവും കൂടുതൽ യുവജനസംഖ്യ. എന്തുകൊണ്ടാണ് കേരളം ഈ പട്ടികയിൽ വന്നതെന്ന് കൃത്യമായി പരിശോധിക്കാം. അത് മനസ്സിലാക്കാൻ ഈ സംസ്ഥാനങ്ങളുടെ ജനനനിരക്കും ആയുർദൈർഘ്യവും തമ്മിലുള്ള ബന്ധം പരിശോധിക്കേണ്ടതുണ്ട്. ജനനനിരക്ക് കൂടുതലും ആയുർദൈർഘ്യം കുറവുമുള്ള സംസ്ഥാനങ്ങൾക്ക് തീർച്ചയായും ദീർഘകാലം യുവത്വമുള്ള സംസ്ഥാനമായി തുടരാൻ കഴിയും. കേരളം അതിവേഗം വാർദ്ധക്യം പിടിപെടുന്ന സംസ്ഥാനമായി മാറിയത് കേരളത്തിലെ ജനനനിരക്ക് കുറവും ആയുർദൈർഘ്യം കൂടുതലുമായതുകൊണ്ടാണ്. കാരണം ഇന്ത്യയിലെ ശരാശരി ആയുസ് ഏകദേശം 72 വർഷമായിരിക്കുമ്പോൾ കേരളത്തിൽ അത് 75 ആണ്. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ അവസ്ഥയും കേരളം പോലെ സമാനം. ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് യങ് സ്റ്റേറ്റ്സായി നിലനിൽക്കുകയെന്ന് കൂടി കൃത്യമായി പരിശോധിക്കാം. 2036 ആയാലും ജനസംഖ്യയുടെ 10% പോലും 60 വയസ്സിന് മുകളിൽ ഉള്ളവരില്ലാത്ത സംസ്ഥാനങ്ങളായി അവശേഷിക്കുക ഉത്തർപ്രദേശും ബീഹാറുമായിരിക്കും. ബീഹാറിലെ ജനനിരക്കാവട്ടെ 2.8 ഇന്ത്യയിലെ ഇപ്പോഴത്തെ നിരക്ക് 1.9 തുടരുമ്പോൾ ബീഹാറിൻ്റേത് ഒരു രാജ്യത്തിന് ഏറ്റവും അനുയോജ്യമായ ജനന നിരക്ക് എന്ന് പറയാനാവുന്ന 2.1 എന്നതിനേക്കാൾ എത്രയോ മുകളിലാണ്. ഇത് തന്നെയാണ് പ്രധാനമായും ഭാവിയിൽ ബീഹാർ, ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളെ യുവാക്കളുടെ സംസ്ഥാനങ്ങളായി നിലനിർത്തുന്നതും. ഈ മാറ്റം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ ബാധിക്കുമോ എന്നതാണ് ഇനി മുന്നിലുള്ള പ്രധാന ചോദ്യം. തീർച്ചയായും ബാധിച്ചേക്കും. അത് പക്ഷേ അടുത്ത കാലത്ത് സംഭവിക്കാൻ പോകുന്ന ഒന്നോ വലിയ ഭീഷണിയായി നിലനിൽക്കുന്ന ഒരു കാര്യമോ അല്ല. കാരണം ഇന്ത്യയുടെ വ്യത്യസ്ത സംസ്ഥാനങ്ങൾ വ്യത്യസ്ത രീതിയിലാണ് പ്രായം നിലനിർത്തുന്നത്. കേരളവും തമിഴ്നാടും പ്രായമുള്ളവരുടെ സംസ്ഥാനമാവുമ്പോൾ ബീഹാറും ഉത്തർപ്രദേശും വളരെ ദീർഘകാലം യുവാക്കളുടെ സംസ്ഥാനമായി തന്നെ തുടരും. അപ്പോഴും ഒരു കാര്യം വളരെ പ്രധാനമാണ്. യുവജനസംഖ്യയെ കൃത്യമായി പരിശീലിപ്പിക്കാനും തൊഴിൽ മേഖലകളിൽ സജീവമാക്കാനും ആവശ്യമുള്ള മേഖലകളിലേക്ക് തിരിച്ചുവിടാനുമുള്ള പദ്ധതികൾ ഇന്ത്യക്കില്ലെങ്കിൽ ഇന്ത്യയുടെ ഭാവി അത്ര സുഖകരമാവില്ല. ഇനി കേരളം ഉൾപ്പെടെ അതിവേഗം പ്രായമാവുന്ന ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങളുടെ കാര്യത്തിലേക്ക് വരാം. ഈ മാറ്റം ഈ സംസ്ഥാനങ്ങളെ ബാധിക്കുമോ? ആളുകൾക്ക് പ്രായമേറി വരുമ്പോൾ ഈ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യാൻ ആളില്ലാതെയാവുമോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം. പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് വാർദ്ധക്യത്തിലേക്ക് നീങ്ങുന്ന ജനസംഖ്യയുള്ള ഈ സംസ്ഥാനങ്ങൾ അടിസ്ഥാനപരമായി സമ്പന്നവും നല്ല സാമ്പത്തിക വളർച്ചയും സംരംഭക ശേഷിയുമുള്ളവയാണ്. കേരളത്തിൽ ഭാവിയിൽ പല തൊഴിൽ മേഖലകളിലും പ്രാദേശിക തൊഴിലാളികളുടെ എണ്ണം കുറയുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോഴും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്ന അതിഥി തൊഴിലാളികൾ കേരളത്തിൻ്റെ തൊഴിൽ മേഖലയെ പിടിച്ചു നിർത്തും.
ബീഹാർ, ഉത്തർപ്രദേശ്, ഒഡീഷ, അസം എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന തൊഴിലാളികളെ ആശ്രയിച്ചാണ് കേരളത്തിലെ പല മേഖലകളും മുന്നോട്ട് പോകുന്നത് തന്നെ. ഇത് കേരളത്തിൻ്റെ ഉൽപ്പാദനശേഷി നിലനിർത്താൻ സഹായിക്കും. ഇത് കൃത്യമായി നിയന്ത്രിക്കുകയും ആസൂത്രണം ചെയ്യുകയും ചെയ്യേണ്ടത് സർക്കാരാണ്. അതിനുള്ള ശ്രമങ്ങൾ ഭരണതലങ്ങളിൽ നിന്നും തീർച്ചയായും ഉണ്ടാവേണ്ടതുണ്ട്. പരിശോധിച്ചു വരുമ്പോൾ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ വേഗത്തിൽ പ്രായമേറുന്നത് ഒരു ഭീകര പ്രശ്നമോ ഭീഷണിയോ അല്ല. അത് രാജ്യത്തിന് കൂടുതൽ കാലം സുസ്ഥിരമായ സാമ്പത്തിക വളർച്ച തുടരാനുള്ള അവസരം കൂടിയാണ്. കാരണം ഒരു സംസ്ഥാനത്തിലെ തൊഴിലാളികളുടെ കുറവ് മറ്റൊരു സംസ്ഥാനത്തിൽ നിന്നുള്ള കുടിയേറ്റം വഴി നികത്താനും അതിലൂടെ രണ്ട് സംസ്ഥാനങ്ങൾക്കും വളരാനുമുള്ള സാധ്യത കൂടിയാണ് ഇത് തുറന്നു വെക്കുന്നത്. അതിന് കൃത്യമായ നയങ്ങൾ ആവശ്യമുണ്ട്. കുടിയേറ്റ തൊഴിലാളികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും അവരുടെ ഏകീകരണം ഉറപ്പാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇതിനോടുകൂടെ ഏജിംഗ് സ്റ്റേറ്റായി മാറുമ്പോഴുള്ള സാമ്പത്തിക പ്രതിഫലനങ്ങളെ കൂടി വിശദീകരിക്കാം. മുതിർന്നവർ സാധാരണയായി പെൻഷനെയും സമ്പാദ്യത്തെയും ആശ്രയിക്കുന്നതിനാൽ വരുമാന നികുതി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഭാവിയിൽ കുറയുകയും ആരോഗ്യമേഖലയിലും പെൻഷനിലുമുള്ള സർക്കാർ ചിലവ് വർദ്ധിക്കുകയും ചെയ്യും. വാർദ്ധക്യത്തിലേക്ക് നീങ്ങുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ 2024-25 വർഷങ്ങളിൽ സാമൂഹിക ചെലവിൻ്റെ 30% പെൻഷനുകൾക്കായിരുന്നു സർക്കാർ ചിലവഴിച്ചത്. ഭാവിയിൽ കേരളത്തിൽ തീർച്ചയായും ഇത് വർദ്ധിക്കും. ആ അവസ്ഥ മറികടക്കാനുള്ള പദ്ധതികൾ സർക്കാർ ആസൂത്രണം ചെയ്യേണ്ടത് അനിവാര്യമാണ്. കൂടാതെ നിലവിലുള്ള തൊഴിലാളികളെ കൂടുതൽ പ്രാപ്തരാക്കാനുള്ള പദ്ധതികളും ഒഴിച്ചുകൂടാൻ കഴിയില്ല. വിദ്യാഭ്യാസം, സ്കിൽ ഡെവലപ്മെൻറ്റ്, ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ്, കൃത്രിമ ബുദ്ധിയുടെ ശരിയായ ഉപയോഗം എന്നിവയിലൂടെ തൊഴിലാളികളുടെ ഉൽപ്പാദനക്ഷമത ഉയർത്താനുള്ള നിരന്തര ശ്രമങ്ങളും ഭാവിയുടെ പ്രധാന ആവശ്യമാണ്. തീർച്ച.